സോ കീം 2025 സ്റ്റുഡൻസിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കോളേജിൽ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കണം. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ സംശയമുണ്ട്. കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കുക, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടുന്നത്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടുന്നത്, ആ കോളേജിൽ നിങ്ങൾ നേരിട്ട് ഫിസിക്കലി പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഫീസ് അടയ്ക്കണം. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനാണ്. എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ കിട്ടുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് നേരിട്ട് തന്നെ ചെയ്യണം. ഓൺലൈനിൽ ഒരു പരിപാടിയില്ല. അതാണ് നിങ്ങൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ അവിടെ വെരിഫിക്കേഷൻ, നിങ്ങളുടെ കീമിൻ്റെ മാർക്ക്, +2 മാർക്ക്, സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ റിസർവേഷൻ എല്ലാം നോക്കും. അപ്പം ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നേരത്തെ തയ്യാറാക്കി വെക്കുക. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സൊക്കെ നമ്മൾ പറഞ്ഞുതരാം. പിന്നെ പലർക്കുള്ളൊരു സംശയമാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജിൽ കിട്ടി, ആ കോളേജിന് ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് അലോട്ട്മെൻറ്റിലും എനിക്ക് എന്താണ് ആ സെയിം കോളേജ് തന്നെ കിട്ടി. അപ്പം ഞാൻ ഇനി നേരിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അങ്ങനെയല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ആയാലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ പുതിയ കോളേജ് ആയാലും എന്താണ് സംഭവം, നിങ്ങൾ എന്തായാലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജ്, നിങ്ങളിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നൊക്കെ പുതിയ കോളേജ് കിട്ടും, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെയിം കോളേജ് തന്നെ ആയിരിക്കും. ഒന്നും കിട്ടാതിരിക്കില്ലല്ലോ എന്തായാലും. അപ്പോൾ അവിടെ ഏത് കോളേജാണോ അവിടെ ആയിരിക്കും നിങ്ങൾ നേരിട്ടിട്ട് പോകേണ്ടി വരിക. അപ്പോൾ ഒന്നും കൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏത് കോളേജാണോ കിട്ടുന്നത് അവിടെ എന്തായാലും പോകണം. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടും, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ കോളേജ് കിട്ടും. അങ്ങനെയാണ് ആൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണ് കിട്ടുന്നത് അവിടെയാണ് അയാൾ പോകേണ്ടത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജിൽ നേരിട്ട് പോവുക, അഡ്മിഷൻ എടുക്കുക, ഡോക്യുമെൻറ്റ് വെരിഫൈ ചെയ്യുക, ഫീസ് അടയ്ക്കുക, തിരിച്ച് വീട്ടിലോട്ട് വരിക, ആ അഡ്മിഷൻ ഫിക്സ് ചെയ്യുക. ഇത് തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് കൺഫേം കൊടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തന്നെ വെക്കുക. പിന്നെ സ്പോട്ടിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം കേട്ടോ. സോ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ട് വാട്സപ്പ് ബോട്ട് ഉണ്ട്, എല്ലാവരും ഒന്ന് കൃത്യമായിട്ട് നോക്കണം. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിലെത്താം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സെക്കൻഡ് അലോട്ട്മെൻറ്റും ഈ ഫ്യൂച്ചറായിട്ടുള്ള അലോട്ട്മെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എൻറോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കുക. എന്ത് ചെയ്യുക, പിന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ എല്ലാവരും കോളേജ് ദോസ്തിൻ്റെ വാട്സപ്പ് ബോട്ട് ലോഗിൻ ചെയ്യാം കേട്ടോ.